നമസ്കാരം. നമ്മുടെ ഒക്കെ വീടുകളിൽ ഇപ്പോൾ കാട് വെട്ടുന്ന യന്ത്രം ഉണ്ട്. പക്ഷേ എന്നിരുന്നാൽ പോലും അത് ശരിയായ രീതിയിൽ യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പലർക്കും അറിയത്തില്ല. അപ്പം അങ്ങനെ അറിയാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. അപ്പോൾ നമ്മുടെ ഈ കാട് വെട്ടുന്ന മെഷീൻ ബ്ലേഡ് ഇട്ടും ഡ്രിമ്മർ ഇട്ടും നമുക്ക് അടിക്കാൻ സാധിക്കും. പക്ഷേ ഇങ്ങനെ ഡ്രിമ്മറും ബ്ലേഡും ഒക്കെ ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഫൈബ്രേഷൻ എന്ന് പറഞ്ഞ ഒരു സംഭവം ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഫൈബ്രേഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ ശരീരം എടുത്തു കുടയും. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ശരീരത്തിനൊക്കെ വേദന കാര്യങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പം ഈ ഫൈബ്രേഷൻ എന്തുകൊണ്ട് വരുന്നു അതിനെക്കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പം നമ്മുടെ ബ്ലേഡ് ഇടുമ്പോൾ ശരിയായ രീതിയിൽ ബ്ലേഡ് കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് തേഞ്ഞ് തീരും, അല്ലെങ്കിൽ ബ്ലേഡ് ഇടുന്ന ആ സെറ്റ് തേഞ്ഞ് തീരും. ഇങ്ങനെ രണ്ടും സംഭവിച്ചാലും നമുക്ക് ശരിയായ രീതിയിൽ നമുക്ക് അടിക്കാൻ സാധിക്കത്തില്ല. അപ്പം അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമുക്ക് എങ്ങനെയാണ് ഇതൊക്കെ കൈകാര്യം ചെയ്തതിനെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. അതുപോലെ ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും കയറി ഇരുന്ന് കഴിഞ്ഞാലും നമുക്ക് ഈ പറയുന്ന ഫൈബ്രേഷൻ ഉണ്ടാകുന്നത്. മാത്രമല്ല ഇതിൻ്റെ ഈ വക്ക് ഭാഗങ്ങളിൽ അതിൻ്റെ മുകളിലിടുന്ന ബ്ലേഡ് ഇടുന്ന ഭാഗം തേഞ്ഞിട്ടുണ്ടെങ്കിലും നമുക്ക് ഫൈബ്രേഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പം ഇങ്ങനെ ഫൈബ്രേഷൻ എന്തുകൊണ്ട് ഉണ്ടാകുന്നതിനെക്കുറിച്ചൊക്കെയാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ക്ലച്ച് തീർന്നു കഴിഞ്ഞ് കഴിഞ്ഞാലും, ക്ലച്ച് എന്ന് പറയുന്നത് ഇതല്ല, നമ്മൾ ഈ നമ്മളുടെ എൻജിൻ്റെ ആ ഭാഗത്തിരിക്കുന്ന ഭാഗമാണ് ക്ലച്ച്. അപ്പോൾ ആ ക്ലച്ച് തീർന്നു കഴിഞ്ഞ് കഴിഞ്ഞാലും ഫൈബ്രേഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് ലോക്ക് ചെയ്യാൻ സാധിക്കും. ലോക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ശരിയായി മുറുകി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ബ്ലേഡ് ഇടാവുന്നതാണ്. ബ്ലേഡ് ഇട്ടും വേണം അടിക്കാം, അതല്ലാതെ നമുക്ക് ഡ്രിമ്മർ ഇട്ടും അടിക്കാം. അപ്പം ബ്ലേഡ് ഇടുമ്പം നമ്മൾ ഇതുപോലുള്ള വാഷർ ഇട്ട് മുറുക്കിയതിന് ശേഷം വേണം നമ്മൾ ബ്ലേഡ് ഇടാൻ. അതല്ല, ഡ്രിമ്മർ ഇടുമ്പോഴാണെങ്കിലും ഈ വാഷർ ഇട്ടതിന് ശേഷം വേണം നമ്മൾ ബ്ലേഡും ഡ്രിമ്മറും കൂടെ ഇട്ട് അടിക്കാൻ. ചില ആൾക്കാർ ഈ ബോളിൽ കാണുന്ന വാഷർ ഇല്ലാതെ തന്നെ നമ്മൾ ബ്ലേഡിൻ്റെ മുകളിൽ ഡ്രിമ്മർ ഇട്ടും അടിക്കാറുണ്ട്. പക്ഷേ അത് കറക്റ്റായ ഒരു സേഫ് അല്ല. കാരണം ഏതെങ്കിലും കാരണവശാൽ അത് ബ്ലേഡ് ഊരിക്കഴിഞ്ഞ് തെറിക്കാനുള്ള സാധ്യത വന്നാൽ അത് നമ്മുടെ കാലിലേക്ക് വരും. അതുപോലെ ഈ സംഭവം അകവും പുറവുമുണ്ട്. അപ്പം അകവും പുറവും നോക്കിയിട്ട് വേണം. അപ്പം നമ്മൾ ഈ ഭാഗം ഉന്തി നിൽക്കുന്ന ഭാഗം പുറത്ത് വരത്തക്ക രീതിയിൽ വേണം ഇടാൻ. അപ്പം അതിന് ബെൻഡ് വന്നാലും ഫൈബ്രേഷൻ വരും. അങ്ങനെയുള്ള സാഹചര്യത്തിൽ അത് മാറണം. അതുപോലെ ബ്ലേഡ് ഇട്ട് അടിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. മെഷീന് നമ്മൾ വളരെ ഈസി ആയിട്ട് നമുക്ക് അടിക്കാൻ സാധിക്കും. നിങ്ങളൊന്നും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ബ്ലേഡ് ഇട്ട് അടിക്കുമ്പം കൃത്യമായിട്ട് നമുക്ക് പെട്ടെന്ന് നമുക്ക് മുറിഞ്ഞ് കിട്ടും. മാത്രമല്ല വള്ളികളൊന്നും പൊട്ടിപ്പോകത്തില്ല, നമുക്ക് ഈസി ആയിട്ട് വെക്കും. ഇതുപോലെ ഈ ഗ്യാപ്പ് വരാൻ പാടില്ല. ഇതുകൊണ്ട് ഈ ഗ്യാപ്പ് വരുന്നതിൻ്റെ അർത്ഥം അവിടെ ഫൈബ്രേഷൻ വരാൻ ആയി എന്നാണ്. അപ്പം അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ആദ്യം ഒന്ന് ബ്ലേഡ് ഒന്ന് തിരിച്ചിടുക. അതായത് നമ്മളുടെ ബ്ലേഡ് തിരിച്ചിട്ട് ഇതുപോലെ വാഷിട്ട് മുറുക്കുക. അതല്ല എങ്കിൽ നമ്മൾ ബ്ലേഡ് മാറുക തന്നെ ചെയ്യണം. അപ്പം നമ്മൾ ബ്ലേഡിന് മൂർച്ച കൂട്ടാൻ നമുക്ക് എന്തെങ്കിലും വെച്ചൊക്കെ മൂർച്ച കൂട്ടാം, അത് വിഷയമില്ല. അതുപോലെ ബ്ലേഡും ഡ്രിമ്മറും ഇട്ടടിക്കുവാണെങ്കിൽ നമുക്ക് കുറ്റിയുള്ള ഭാഗങ്ങളിൽ നമുക്ക് ബ്ലേഡ് കൊണ്ട് വെട്ടാനും, അതുപോലെ അല്ലാത്ത ഭാഗങ്ങളിൽ ഡ്രിമ്മർ കൊണ്ട് നമുക്ക് കട്ട് ചെയ്യാനും സാധിക്കും. അപ്പം നല്ല വൃത്തിക്ക് അടിക്കാൻ ഏറ്റവും നല്ല ഒരു ഉപാധി എന്ന് പറയുന്നത് ബ്ലേഡും ഡ്രിമ്മറും കൂടെ ഇട്ട് അടിക്കുന്നതാണ്. പല ആൾക്കാർക്കും ഒരു പേടിയുണ്ട്, നമ്മുടെ കാലിലേക്ക് തെറിക്കോ എന്ന്. ഒന്നുമില്ല. നമ്മൾ സാധാരണ വണ്ടി ഓടിക്കുന്ന ലാഘവത്തോടുകൂടി തന്നെ നമുക്ക് ഇത് കൈകാര്യം ചെയ്യാൻ സാധിക്കും. അതല്ല എങ്കിൽ നമ്മൾ ആക്സിലേഷൻ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കണം. വള്ളി ചിലപ്പോൾ എവിടെയെങ്കിലും ഉടക്കി പൊട്ടിപ്പോകാനും സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് ഞാൻ ഈ പറയുന്ന രീതിയിൽ ഒന്ന് ചെയ്തു നോക്കിയോ, നിങ്ങൾക്ക് വളരെ വള്ളിച്ചെലവ് കുറവാണ്, അതുപോലെ എല്ലാം കുറവാണ്. അപ്പം നമ്മൾ ട്രിമ്മറിൽ വള്ളിയിടുമ്പോൾ ശ്രദ്ധിക്കുക, അധികം പരമാവധി വള്ളി ഇടാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ മുറി വള്ളികൾ ഒരുപാട് വന്ന് നമുക്ക് നഷ്ടപ്പെട്ടു പോകും. കാരണം 1000-500 രൂപ വരും. അതുപോലെ ഈ ട്രിമ്മർ എന്ന് പറയുന്നത് നമ്മൾ സാധാരണ ഇടത്തോട്ട് കറക്കി വേണം നമ്മൾ മുറുക്കാൻ. വലത്തോട്ടാണ് അഴിക്കുന്നത്. നമ്മൾ ശ്രദ്ധിക്കുക, ഇടത്തോട്ട് നമ്മൾ ശരിക്കും കറക്കി മുറുക്കണം. ഒരു ത്രെഡ് മാത്രം നിർത്തിക്കൊണ്ട് നമ്മൾ മുറുക്കണം. ഫുൾ ത്രെഡ് ഇട്ടേക്കരുത്, കാരണം നമുക്ക് പിന്നെ അഴിക്കരുത്. ഇങ്ങനെ വലത്തോട്ടാണ് നമ്മൾ ഇത് അഴിക്കുന്നത്. അപ്പോൾ അത് വളരെ ശ്രദ്ധിക്കുക. നമ്മൾ എല്ലാ വസ്തുക്കളും വലത്തോട്ടാണ് മുറുക്കുന്നതെങ്കിൽ ഇവിടെ ഇടത്തോട്ടാണ് നമ്മൾ മുറുക്കുന്നത്, അത് ശ്രദ്ധിക്കുക. അതുപോലെ വള്ളിക്ക് അധികം നീട്ടം പാടില്ല. ഒരു 9 ഇഞ്ച് വള്ളിയൊക്കെ നമുക്ക് ആവശ്യമുള്ളൂ. അങ്ങനെ 9 ഇഞ്ച് ഇട്ട് കഴിഞ്ഞാൽ കൃത്യമായിട്ടത് നമുക്ക് കട്ട് ചെയ്ത് നല്ലപോലെ മുറിയും. അതുപോലെ വള്ളിക്ക് നീട്ടം കൂടിയോണ്ട് കാര്യമില്ല. അതുപോലെ നമുക്ക് വള്ളി ഇറങ്ങുന്നില്ലെങ്കിൽ ഇതിൻ്റെ സെൻറ്റർ ഭാഗത്ത് നമ്മൾ തിരിച്ചിട്ടുണ്ട് ആക്സിലേഷൻ കൊടുത്തിട്ട് നമുക്കൊന്ന് പതുക്കെ മുട്ടിയാൽ മതി. സാധാരണ ആൾക്കാർ അവിടെ ഞെക്കി പിടിച്ചോടെ വലിച്ച് വള്ളിയിടും. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇങ്ങനെ നമുക്ക് ചെയ്യാം. അപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എൻ്റെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒക്കെ നിങ്ങൾ ശ്രമിക്കണം. ഞാൻ നല്ല നല്ല വീഡിയോ ഒരുപാട് ഇടുന്നുണ്ട്. ഞാൻ തേനീച്ച സംബന്ധമായും അതുപോലെ കാർഷിക സംബന്ധമായ ഒരുപാട് വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. നിർത്തുകയാണ്. നന്ദി, നമസ്കാരം.